എന്റെ പേര് ധനിറാം ധോലാക്കിയ. എന്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. വെൽക്കം സർ, വെൽക്കം. ആഹാ, ആഹാരത്തിന്റെ മണം. സർ, അറ്റ്ലാന്റയിലുള്ള ഐസ് ഫാക്ടറിയുടെ ഡീലിന്റെ പേപ്പേഴ്സ് ആണിത്. എഗ്രിമെന്റിൽ ഒരു സൈൻ വേണം സർ. ഇന്നാ പിടിച്ചോ, ഇതും പിടിച്ചോ. ഞാൻ സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സർ, അങ്ങയുടെ ടിഫിൻ. സർ, മിസ്റ്റർ ലീ അങ്ങേ ഫോണിൽ വിളിക്കുന്നു. മനസ്സമാധാനത്തോടെ സ്വിമ്മിങ് ചെയ്യാനും വിടില്ല. At last. സർ, 11 മണിക്ക് ഫോറിൻ ഡെലിഗേറ്റ്സുമായിട്ട് സാറിന് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗിൽ ന്യൂഡിൽസ് ഫാക്ടറിയുടെ പ്രപ്പോസൽസ് ആണ് വെക്കാൻ പോകുന്നത്. 1 മണിക്ക് നിങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് തുറക്കാൻ വേണ്ടി പോവുകയാണ്. 4 മണിക്ക് നമ്മൾ ആരംഭിക്കുന്ന ഷൂ ഫാക്ടറി തുറക്കാൻ വേണ്ടി പോവുകയാണ്. അടിപൊളി ബലൂൺസ്. എന്താ സാറേ, സാറിന് ഈ കളിത്തൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് വേണ്ടത് ബലൂൺസ് ആണ്. സാറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. വേഗം വാ, നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കണം. എടോ, ഞാൻ കളിപ്പാട്ടം നിൽക്കുന്ന ആളാ, എന്നെ വീട്. അയാളൊരു കച്ചവടക്കാരനാ. അയ്യോ, എന്റെ ബലൂൺ. അതാ കണ്ടോ, സാർ ദാ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഗാർഡ്സ്, അദ്ദേഹത്തെ വേഗം രക്ഷിക്കാൻ. അടിപൊളി, എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഐ ആം ധന്നി. എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. മോനെ, ഞങ്ങൾ എത്തിപ്പോയി. വേഗം ഈ ചെക്കിൽ സൈൻ ചെയ്യ. ഇത്രയോ? ഉണ്ട്. എന്ത് ബിസിനസ്സാ ഇത്? സമാധാനത്തിൽ കഴിക്കാൻ പറ്റുന്നില്ല, ടി.വി. കാണാൻ പറ്റുന്നില്ല, സ്വിമ്മ് ചെയ്തിട്ട് ടെന്നീസ് കളിച്ചിട്ട് മാസം 1 കഴിഞ്ഞിരിക്കുക. വിഷമിക്കല്ലേ മോനെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്റെ പേര് ധനിറാം എന്നാണ്. എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. പക്ഷെ ചെലവ് ചെയ്യാൻ എനിക്ക് സമയം മാത്രം കിട്ടുന്നില്ല. മനസ്സമാധാനത്തോടെ 5 മിനിറ്റ് ഇരുന്ന് കാർട്ടൂൺ കാണാൻ പോലും പറ്റുന്നില്ല. അത്ര നോക്കിയാ മതി. ഇതിനെക്കാളും വൃത്തികെട്ട കാർട്ടൂൺ എവിടെയും കാണാൻ പറ്റില്ല. എന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. വാടയ്ക്കുന്നുണ്ടോ? സെക്രട്ടറി, എനിക്ക് ഹോളിഡേ വേണം. ഉടൻ തന്നെ വെക്കേഷൻ പ്ലാൻ ചെയ്യ്. എന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. തീർച്ചയായും സർ. സർ, ഡിസംബറിൽ ഡേറ്റ്സ് ഫ്രീ ആയിട്ടുണ്ട്. സർ, ഓക്കെ ആണോ? വെരി ഗുഡ്. അപ്പോൾ ന്യൂ ഇയർ എനിക്ക് ആഘോഷിക്കാം. ഓക്കെ സർ, ഞാൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. 2033 ഡിസംബർ മാസം. സർ, എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്? 2033 വരെ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിലേ എന്നെ അങ്ങ് മുകളിലേക്ക് എടുക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ നിന്നെ മുകളിലേക്ക് അയക്കും ചക്കരക്കൂട്ട. അതിനുശേഷം നിന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ സ്വന്തമാക്കിയിരിക്കും. എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ദേഷ്യപ്പെടേണ്ടത് ഞങ്ങളാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ നിനക്ക്? ഇന്ന് വീട് മുഴുവൻ വൃത്തിയാക്കേണ്ടത് നീയാണ്.
ഞങ്ങൾ ഉടൻ തന്നെ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം. അതിന്റെ ഇടയ്ക്ക് നീ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്തു തീർക്കണം. എന്നാ നോക്കി നിൽക്കണ്ട, പണി തുടങ്ങിയേക്കാം. ആ. സമയം ആയിക്കൊണ്ടിരിക്കുക, വേഗം പോകാൻ നോക്ക്. നിങ്ങളൊക്കെ തയ്യാറാണോ? അതെ, ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അവന്റെ കാർ ഉടൻ തന്നെ പഞ്ചറാക്കിയേക്ക്. എന്നിട്ട് നമ്മുടെ പദ്ധതി പ്രകാരം ആ ധനിറാമിനെ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്യണം. ഓ നോ, അല്ല എന്താണിത്? എന്തു പറ്റി? സാർ, കാർ പഞ്ചറായി പോയി. ആ? ഉം. സാർ ആവശ്യമില്ലാത്ത ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇപ്പോ തന്നെ ശരിയാക്കാം. At your service, sir. ആ? അവനാണ് ധന്യൻ. ഞാൻ പോയ ആ ഡ്രൈവറിനെ ബോധം കെടുത്താം. അതിനുശേഷം നമുക്ക് ആ ഗാർഡ്സിനെ ഒരു കൈ നോക്കാം. വേഗം ഗാർഡ്സിന്റെ കാര്യം നിങ്ങൾ തീർത്തേക്ക. ആരാടാ നീ? എങ്ങോട്ടാടായി പോകുന്നേ? ആ? ആ, ഈ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. കൊണ്ടുപോയവനെ. എന്നെ വിട്, വിടാനാ പറഞ്ഞത്. ജോർദാർ കണ്ടോ, ഹണിയെ തട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ ഇവൻ ഇവിടെ എന്തെടുക്കുകയാണ്? ഇവനെ നമ്മൾ വീട്ടിൽ വിട്ടിട്ട് വന്നതാണല്ലോ. ഈ കഴുത പുറത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കണം. മര്യാദക്ക് വിട്ടേക്ക്. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അവനെ കിഡ്നാപ്പ് ചെയ്തത്? എന്നിട്ട് നിങ്ങൾ അവനെ വിടാൻ പറയുവാണോ? ഞങ്ങൾ ആരാണെന്ന് ഇപ്പോ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്ക്, ഒരു വെള്ളക്കാക്ക. എന്താണ് ഹണി നോയിക്കൊണ്ടിരിക്കുന്നേ? വേഗം ഓടിക്കോ. ഞാൻ ധനിയാണ്, എന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. അല്ല, ആരാ നീ? നിനക്ക് വട്ടായെന്നാ തോന്നുന്നേ. വേഗം വാ, പോകാം. ആ സർ, ഇങ്ങോട്ട് വരൂ. ഇന്നാ പിടിച്ചോ. സർദാറെ, വേഗം സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യ്. എടാ ഹണി, ആരാ ഇവരൊക്കെ? ആരാ ഹണി? ഹണി നീയാണ്ട കഴുതേ. ആ തട്ടിക്കൊണ്ടുപോയത് ആരൊക്കെയാ? എന്റെ പേര് ധനിയാണ്, എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. അല്ല, ഇത് ആരുടെ സൂട്ടാണ്? What do you mean by ആരുടെ? ഇത് എന്റെ സൂട്ടാണ്, ഞാൻ പാരീസിൽ നിന്ന് മേടിച്ചതാണ്. കാരണം എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. നീ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാശ് മൊത്തം എടുത്ത് നോക്കിയാൽ പോലും 500 രൂപ ഉണ്ടാവില്ല ഹണി. ഇവരെന്തിനാണ് എപ്പോഴും തന്നെ ഹണി ഹണി എന്ന് വിളിക്കുന്നത്? ഒരുപക്ഷെ വേറെ ആരോ ആണെന്ന് വിചാരിച്ച് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്നോട് വീടെല്ലാം വൃത്തിയാക്കാൻ പറഞ്ഞല്ലേ? നീ ഇവിടെ അത് എന്തെടുക്കായിരുന്നു? പിന്നെ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി, അതുകൊണ്ട് ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു മോക്ടെയിൽ കുടിക്കാൻ വന്നതാ. എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. മോക്ടെയിലോ? മുസാമ്പ് ജ്യൂസ് കഴിക്കാൻ കാശില്ലാത്ത
വല്ലവനാ മോക്ടെയിൽ കഴിക്കാൻ പോകുന്നത്. ഇവനെന്തായാലും ആള് കൊള്ളാം. എനിക്ക് വട്ട് പിടിക്കുകയാണ് ഇങ്ങനെ വൃത്തിയാക്കി. ആ, ഹ, ഹ. ഒരു ജോലിക്കാരനായിട്ടുള്ള ജീവിതം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം വീട് വൃത്തിയാക്കുന്നത് കൊണ്ട് ആരും ജോലിക്കാരനാവില്ല. സംശയമുണ്ടോ? അച്ചി. ആ, ഐ. പോപട്ടെ, നമ്മൾ കോടീശ്വരന്മാരായിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കായിരുന്നു. എന്തുമാത്രം ജോലിക്കാരുണ്ടാവുമായിരുന്നു. നമ്മൾ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വലിയ വലിയ കാറുകൾ, അടിപൊളിയായിട്ടുള്ള സൂട്ട്സ്. അയ്യോ, ഞാൻ എന്തുവായി കാണുന്നത്? ഇവനെ കാണാൻ എന്നെ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പേ ഞാൻ സൂട്ട് ധരിച്ചിരിക്കുകയാണ്. അല്ല, അവിടെ ഞാൻ എന്തെടുക്കുകയാണ്? അല്ല, എന്റെ കണ്ണു കൊണ്ടുവന്ന് ഇവിടെ ആരാ വെച്ചത്? കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഹലോ. നീ എന്താ എന്റെ പ്രതിച്ഛായയാണോ? ഇതേതാണ് ഈ പുതിയ അവതാരം? ഐ ആം ധന്നി. കാരണം എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. ആ അതെ, തന്റെ പേരെന്താണ്? ധനിറാം എന്നാണ് എന്റെ പേര്. ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്. വിദേശത്ത് എനിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്. എന്ത് പേരാണോ ഇത്? കോടീശ്വരന്മാരൊന്നും ഇതുപോലത്തെ പേര് വെക്കാൻ പാടില്ല. നല്ല സ്റ്റൈലിഷ് ആയുള്ള പേര് വെക്കണം. ഓ, നീ കോടീശ്വരൻ ആയതുകൊണ്ടാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അല്ലേ? അതെ, കാരണം ഇവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ആ? ഉം. ആ? ഉം? ആ? ആ. താൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇവനെ ധനിയാക്കി വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ദിവസം സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റും. തോത്താറാം ഇവനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബിസിനസ്മാൻ ധനി നീയാണല്ലേ? ഇവനോടൊപ്പമുള്ള ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ പോലെ കോടീശ്വരൻ നിനക്കും ആകാൻ കഴിയും. പക്ഷെ അതിന് നിന്റെ ഈ കൂട്ടുകാരനെ ധനിയാക്കി മാറ്റണം. അതിനായി ഞാൻ 10 ലക്ഷം രൂപ തരാം. ആ? എടോ, കാശിനോടുള്ള ആക്രാന്തമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഞാൻ പറയുന്നത് കേക്ക്. പക്ഷെ ഞാൻ സന്തുഷ്ടനല്ല. എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്, പക്ഷെ സന്തോഷമില്ല. എനിക്ക് ഉടൻ തന്നെ ഒരു ബ്രേക്ക് വേണം. 2 മാസത്തേക്ക് ധനിയായി മാറി എന്റെ ബംഗ്ലാവിൽ പോയി ജീവിച്ചോളൂ. അതുവരെ ഞാൻ സന്തോഷമായി ഒന്ന് വിശ്രമിക്കാം. എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഓക്കേ. ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും, ജോലിക്കാരും ഉണ്ടാവും, ബന്ധുക്കളും ഉണ്ടാവും. 1 മിനിറ്റ് തന്നെ നമ്മൾ അവര് പൊക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരെന്നെ ധനിയായിട്ട് എന്നെ കരുതിക്കോളും. ദാ നോക്ക്. ഐ ആം ധനി. ഒരുപാട് കാശുണ്ട് എന്റെ കയ്യിൽ. കണ്ടോ? പ്രശ്നം കഴിഞ്ഞു. ഇല്ല, പ്രശ്നം അവിടെ തീരുന്നില്ല. വീട്ടില് ഒരുപാട് പേരുണ്ടാകും. ഓഫീസ്, സ്റ്റാഫ്, പിന്നെ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ്. ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയുക? ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീട്ടിലും ഓഫീസിലുള്ള ആൾക്കാരെ കുറിച്ച് എല്ലാം പറഞ്ഞു തരാം. ഓക്കേ. നോട്ട് ഓക്കേ. ഇതൊരിക്കലും നടക്കില്ല. സംശയമുണ്ടോ? എനിക്കെന്താ വിശ്രമിക്കാനുള്ള സമയം കിട്ടില്ലേ? 24 മണിക്കൂർ ഞാൻ മിഷനെ പോലെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. 2033 വരെ എനിക്ക് വിശ്രമിക്കാൻ പോലും സമയമില്ല. 2 മാസത്തേക്ക് എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കേ. കരയണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ധനി, ഞങ്ങൾ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. പക്ഷെ ഹണി മാത്രം അവിടെ പോയാ മൊത്തത്തിൽ കുളമാവും. ഇവൻ വെറും കഴുതയാ. സംശയമുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവനോടൊപ്പം നമ്മൾ പോവും. ധനി, നീ പോയി നന്നായി വിശ്രമിക്ക്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ തയ്യാറാകാം. എടാ, ഇത് ബംഗ്ലാവാണോ കൊട്ടാരമാണോ? എനിക്കെന്തായാലും ഇവിടെ പറന്ന് നടക്കാം. സംശയമുണ്ടോ? ഇവിടെ വെള്ളത്തിലല്ല, ചോക്ലേറ്റിൽ തന്നെ കുളിക്കാം. കഴുതേ, ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് കുളമാക്കരുത്. നമ്മൾ ഇവിടെ 2 മാസത്തേക്കാ വന്നിരിക്കുന്നേ. എടാ കൊച്ചളിയാ, നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നമുക്ക് അടിച്ചു പൊളിക്കണം. മിണ്ടായിരിക്കേ. ധനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവനായിരിക്കും അവന്റെ അമ്മാവനെന്ന് തോന്നുന്നു.
അമ്മാവാ. എന്റെ അമ്മ വെളുപ്പാങ്കാലത്ത് എവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ശബ്ദം? ഏ? അല്ല മോനെ, മോനെ എങ്ങോട്ടായി പോയത്? നിന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അത് കേട്ടപ്പോ എന്റെ ജീവൻ തന്നെ പോയ എന്റെ മോനെ. അതിന് കാരണമുണ്ട്. പിന്നെ ആരാണ് സൈൻ ചെയ്യാൻ പറ്റുക? ഇവരൊക്കെയാണ് എന്റെ ജീവൻ രക്ഷിച്ചെടുത്തത്. അതിന് പ്രതിഫലമായി ഞാനിവരെ ജോലിക്ക് വെച്ചു. ഇതാണ് എന്റെ ലീഗൽ അഡ്വൈസർ പോപ്പട്ട് റാം. ഇതാണ് എന്റെ ജോത്സ്യൻ ബണ്ണീശ്വർ സ്വാമി. ഇദ്ദേഹം എന്തു പറയുന്നുവോ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. രാഹുകാലം നന്നായിരിക്കുന്നു. ഇനി ഭോജനം. പിന്നെ ഇതാണ് എന്റെ പുതിയ സെക്രട്ടറി. സർ, ഇപ്പോൾ 4 PM ആണ്. ഇത് അങ്ങേക്ക് ഉറങ്ങേണ്ട സമയമാണ്. താങ്ക് യു സോർദാർ. സോർദാറോ? ചോറ് തിന്നുമെന്ന് പറഞ്ഞതാണ്. ഈ വിളപ്പഴി ചോറ് മാത്രമേ തിന്നുള്ളൂ. ആക്ച്വലി ഇവളുടെ പേര് ലില്ലി എന്നാണ്. സംശയമുണ്ടോ? വെള്ളയപ്പായാലും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ. മര്യാദക്ക് നീങ്ങി നിൽക്ക്, അല്ലെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മോനെ, നീ വന്നത് എന്തായാലും നന്നായി. എല്ലാവർക്കും ഇന്ന് ഒരുപാട് പേയ്മെന്റ് ചെയ്യാനുണ്ട്. ഇതിൽ സൈൻ ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ഉടൻ തന്നെ സൈൻ ചെയ്തേക്കാം. ഇവൻ ചെക്കിൽ സൈൻ ചെയ്ത ചെക്ക് തീർച്ചയായും ബൗൺസ് ആവും. അതോടെ എല്ലാത്തിനെയും പോവുകയും ചെയ്യും. സംശയമുണ്ടോ? രാഹുകാലം ദുഷ്ടനേരം. എല്ലാ ഗ്രഹങ്ങളും വിപരീതം. സമയം കൊള്ളില്ല. ഈ സമയത്ത് ചെക്ക് സൈൻ ചെയ്യാനേ പാടില്ല. വ്യാപാരത്തിൽ നഷ്ടമുണ്ടാകും. അശുഭം, അശുഭം. ആഹാ, പക്ഷേ നമുക്ക് പേയ്മെന്റ് കൊടുത്തല്ലേ മതിയാവൂ. ഹലോ, ലീഗൽ അഡ്വൈസർ ഞാനാണ്. ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ക്യാഷ് പേയ്മെന്റ് കൊടുത്തേക്ക്. സംശയമുണ്ടോ? അതെ, എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. എന്റെ സെക്രട്ടറിയോട് പറഞ്ഞാ മതി, അവള് പേയ്മെന്റ് സെറ്റിൽ ചെയ്യും. എക്സ്ക്യൂസ് മീ. ഇവൾ സെക്രട്ടറി ആണെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? നീ എന്റെ സെക്രട്ടറി അങ്ങായേക്ക്. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നീ ദിവസം എന്നോട് പറഞ്ഞാൽ മതി. ഹൈനടി ദോഷം. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ മുഴുവനും നശിക്കും. റൂമിലേക്ക് പോകാം ധന്യറാം സാർ, പോകാം. ബൈ ബൈ. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, നമുക്ക് കാണാം. ആഹാ, യവന്മാരെ കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ബോത്ത കണ്ടാലേ എല്ലാവർക്കും സംശയം വരികയുള്ളൂ. എന്താ കിഡ്നാപ്പിംഗ് പ്ലാൻ നശിച്ചു. അതുകൊണ്ട് ചെക്കിൽ സൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് പിന്നെ സ്വത്ത് എങ്ങനെ കിട്ടും? നിങ്ങൾ അവസാനം എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇടി വാങ്ങാൻ പോവുകയാണ്. ആഹാ, ഇനി വലുതായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് മതിയാവൂ. ആഹാ, എന്ത് സുഖമായുള്ള ജീവിതം. സാർ, സാറിന് വേണ്ടിയാണ്. ഇതെന്തായി കൊണ്ടുവന്നിരിക്കുന്നേ? പോയി ലസ്സി കൊണ്ടുവാ. ഓക്കെ സർ. പിന്നൊരു കാര്യം, യെസ് സർ. മുകളിൽ കുറച്ച് പഞ്ചസാര ഇടണം, മറക്കല്ലേ. എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. സാറിന് എന്താ സംഭവിച്ചത്? ഇദ്ദേഹം ലസ്സി കഴിക്കാറില്ലല്ലോ. സാർ, സാറിനുള്ള ലസ്സി വേഗം കഴിച്ചോളൂ സാർ. താങ്ക് യു. വാവ്, ഇതാണ് ജീവിതം. സരിത സർ, അങ്ങ് ചോദിച്ച സൂപ്പ്. ഇത്രയും ചൂടുള്ള സൂപ്പ് ഞാൻ എങ്ങനെയാടാ കഴിക്കുന്നത്? ഇത് നമ്മുടെ അമ്മാവന് കൊടുത്തേക്ക്. പക്ഷെ സാർ, ഇത് അങ്ങേക്കുള്ള സൂപ്പാണ്. ഇന്ന് എന്തായാലും അമ്മാവൻ കഴിച്ചോളൂ. ഇതാ അമ്മാവ, കഴിച്ചോളൂ. ഇല്ല മോനെ, അത് നിനക്കുള്ള സൂപ്പാണ്. നീ തന്നെ കഴിച്ചേക്ക്. അമ്മാവൻ കഴിക്കേ. നീ കഴിക്ക്. അമ്മാവൻ കഴിക്ക്. നീ കഴിക്ക്, നീ കഴിക്ക്. അമ്മാവൻ കഴിക്കേ. അമ്മാവൻ കഴിച്ചേ മതിയാവൂ. നിങ്ങൾ കഴിക്കേ. ഒരു വലിയ മസാല ദോശയും അപ്പവും കടലക്കറിയും കൊണ്ടുവാ. അതൊന്നും നീ കഴിക്കാൻ പാടില്ല. സൂപ്പ് മാത്രമേ കഴിക്കാവൂ. ഇന്ന് മുതൽ സൂപ്പ് ഇദ്ദേഹം കഴിക്കാനേ പാടില്ല. സൂപ്പ് അശുദ്ധമാണ്. ആരോഗ്യത്തിന് ഹാനികരം സൂപ്പ്. അപ്പം കടലക്കറിയും ഉചിതം. പക്ഷെ അമ്മാവന് സൂപ്പ് കൊടുക്കുന്നതാ നല്ലത്. പ്രായമായി വരികയല്ലേ, സൂപ്പ് കുടിക്കുന്നതാ നല്ലത്. അതല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്താൽ നിന്റെ പണി ഞങ്ങൾ തീർക്കും. സംശയമുണ്ടോ?
എന്റെ അമ്മച്ചി പടി കിട്ടിയ യവനെ കണ്ടിട്ട് എനിക്ക് എന്തോ സംശയം തോന്നുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാ എന്നെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഹലോ ഹലോ, ആരെങ്കിലും ഒന്ന് വേഗം ഫോൺ എടാ കഴുത, എന്റെ ഫോണാ അടിക്കുന്നത്. സുപാരി സിംഗിന്റെ ഫോണാണ്, ഞാനിത് എടുക്കില്ല. അപ്പൊ വിഷമിക്കേണ്ട, ഞാൻ എടുത്തോളാം. എന്റെ പേര് സുപാരി, ഞാൻ പോകും സവാരി. എന്റെ വിനോദം ഗുണ്ട പിരിവാണ്, കാരണം ഞാനൊരു ഗുണ്ടയാണ്. അത്രയുള്ള തന്നെയാ. ഗുഡ് ഈവനിങ് സുപാരി ഭായ്. എടാ, നിന്റെ ഗുഡ് ഈവനിങ് കൊണ്ടുപോയി അല്ലെങ്കിൽ ചവിറ്റ് കൂട്ടില്ലടാ. കാശ് ഒന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ ഗുഡ് ബൈ പറയേണ്ടി വരും. കാശ് നീ എപ്പ തരും? എന്താ ചേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ചേട്ടന് വേണ്ടി എന്റെ ജീവൻ തന്നെ തരും. ജീവൻ വേണ്ട, പൈസ എപ്പ തരുമെന്ന് പറ. ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ പൈസ എത്തിച്ചേക്കാം. നാളെ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പണി പോക്ക. ഞാൻ പറയുന്നത് വിശ്വസിക്കും ചേട്ടാ, ഞാൻ തന്നേക്കാതെ. അപ്പൊ നാളത്തോടെ അപ്പന്റെ പണിയൊക്കെ തീർക്കുമല്ലേ? എനിക്കൊരു സൈൻ മാറ്റില്ലെങ്കിൽ പിന്നെ കാശ് എവിടെ കിട്ടാൻ പോകുന്നേ? ഗോഡൌണിൽ നിന്നും ഒരു ട്രക്ക് സാധനങ്ങൾ എടുത്ത് വിറ്റ് നമ്മൾ കാച്ചാക്കണം. ആ മണ്ടനായ ധനിക്ക് അതൊക്കെ എവിടെന്ന് മനസ്സിലാവാറാ? അല്ല, ഇവിടെ പണിയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? അയ്യോ സാറേ, എല്ലാ പണിയും നന്നായിട്ട് നടക്കുന്നുണ്ട്. സാർ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഗോഡൌണിലോട്ടൊക്കെ വന്നത്? വിളിച്ചിരുന്നെങ്കിൽ ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ. അല്ല, ഈ ഗോഡൌൺ എങ്ങനെയാണോ ഓഫീസിലോട്ട് വരിക? ജോക്കിംഗ് ആണ്. സംശയമുണ്ടോ? സ്ട്രെസ്സിൽ നിന്നും ഇദ്ദേഹം മുക്തനാകാൻ ജോക്ക് അടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. സർ, ഇറ്റ് ഈസ് 10 AM. അങ്ങ് വായടച്ചോട് മിണ്ടായിരിക്കേണ്ട സമയമാണിത്. ഓക്കേ. എന്റെ സാറേ, സാർ എന്തെങ്കിലും തണുത്തതായിട്ട് കഴിക്കുന്നോ? ഞാൻ തണുത്തതായിട്ട് കഴിക്കില്ല, ചൂടായിട്ടേ കഴിക്കൂ. സർ, ഇത് പ്രവർത്തിക്കേണ്ട സമയമാണ് സർ. ഞാൻ എന്തായാലും ഒരു ദിവസം ഉയരത്തിൽ ചെന്നെത്തും, കാരണം എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. ഇപ്പൊ കണ്ടോ? കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഉയരത്തിലെത്തി. ആരെങ്കിലും എന്നെ രക്ഷിക്കന്നെ. ഗാഡ്, വേഗം പോയി സാറിനെ രക്ഷിക്കേ. എന്നെ കണ്ടാൽ ഏത് കഥകം തുറക്കും. എടാ കഴുതേ, ഇത് ഏതോ സീക്രട്ട് ഡോർ ആണെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? അല്ല, 10 വർഷമായിട്ട് ഞാനിവിടെ പണിയെടുക്കുകയാണ്. ഈ ഡോർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വേഗം വാ, നമുക്ക് പോയി നോക്കാം. എടാ, ആരെങ്കിലും നമ്മളിവിടെ വെച്ച് കാണുന്നതിന് മുമ്പായിട്ട് വേഗം സാധനം ലോഡ് ചെയ്യാൻ നോക്ക്. ആരാ നിങ്ങളൊക്കെ? സോറി, ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ ഗോഡൌണിലേക്ക് വന്നു പോയതാ. പക്ഷെ ഇത് അങ്ങയുടെ കമ്പനിയുടെ ബോക്സ് ആണ്. അതിന് എനിക്ക് ഏത് കമ്പനിയാ ഉള്ളത് കൊച്ചളിയാ? സർ, അങ്ങ് ധനിറാമാണ്. ഈ ബോക്സിലുള്ളതെല്ലാം അങ്ങയുടെ കമ്പനിയുടെ പേരാണ്. എടാ വേഗം ഓടിക്കോ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഇവന്മാരെ വേഗം പിടിക്കേ. യുവന്മാരെ പിടിച്ചെങ്കിലേ ഇവരെ ആരെ അയച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. സംശയമുണ്ടോ? ജോർദാറെ, നീ ഇതെങ്ങോട്ടാ ഓടുന്നേ? ബിഗ് താഴെ വീടും, സൂക്ഷിക്കണം. ഓ, ഞാനത് മറന്നുപോയി. എടാ, ഒന്ന് നിർത്ത്. അയ്യോ,
എടാ വേഗം ഓടിക്കോ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ദ്രോഹം, ചതി, വേദനാജനകം. കമ്പനിയുടെ കാശാരോ പുറത്ത് മോഷ്ടിക്കുന്നുണ്ട്. ധനിയുടെ അടുത്ത് ഉടൻ തന്നെ ഈ കാര്യം അറിയിക്കണം. അല്ല സാറേ, സാറല്ലേ ധനിറാം? ലോകത്തിൽ ഒരു ധനി മാത്രമല്ല ഉള്ളത്. ഞങ്ങൾ ഏത് ധനിയെ കുറിച്ച് പറഞ്ഞോ ആ ധനിയെ നിങ്ങൾക്കറിയില്ല. സംശയമുണ്ടോ? ഇത്രയും വലിയ കൊള്ളയടിക്കാനായിട്ടാണ് ആർക്കാണ് ധൈര്യം വരിക? ആരായിരിക്കും ഇതിന്റെ പുറകില്? ട്രക്കും പിടിക്കപ്പെട്ടു, കാശും കിട്ടിയില്ല. നമ്മുടെ പ്ലാൻ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സീക്രട്ട് ഗോഡൌൺ പോലും സീക്രട്ട് ആയിട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അപ്പനുള്ള പണിയതാ എത്തി കഴിഞ്ഞിരിക്കുന്നു. എന്റെ സുമാരി ബായി, വരൂ വരൂ. ഗുഡ് ഈവനിങ്. എന്റെ വളിച്ച ഗുഡ് ഈവനിങ് കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. കാശ് എവിടെന്ന് പറയടാ. നീയല്ലേ പറഞ്ഞതാ ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും തരാമെന്ന്. എന്റെ പ്ലാൻ മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ് സുമാരി ബായി. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ കബളിപ്പിക്കപ്പെട്ടു. എന്താടാ നീ എന്റെ അടുത്ത് അഭിനയം കാണിക്കുകയാണോ? എന്റെ അടുത്ത് അഭിനയിച്ചാൽ നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. എന്റെ അമ്മച്ചിയാണ് ഞാൻ സത്യമാണ് പറയുന്നത്. ഒരു ട്രക്ക് നിറച്ച് സാധനം മോഷ്ടിച്ച് അത് വിറ്റ് നിങ്ങൾക്ക് കാശ് തരാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവന്മാരെ ട്രക്ക് പിടിച്ചു കളഞ്ഞു. അതെങ്ങനെയാടാ പിടിച്ചത്? അയ്യോ, ആവശ്യമില്ലാതെ തല്ലുന്നേ. നിന്റെ അച്ഛൻ എന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് എന്നെ ആവശ്യമില്ല അത് എപ്പോഴും വട്ടളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിന്നെ തല്ലിയാൽ നിന്റെ അച്ഛൻ കാശ് തരുള്ളൂ. അയ്യോ, ഇവിടെ തത്താടി കേടാവൂത്താ തോന്നുന്നേ. എങ്ങോട്ടോടാ ഈ ഓടാൻ നോക്കുന്നത്? അയ്യോ പൊരു ചേട്ടാ, എന്റെ മോനൊന്നും ചെയ്യില്ല പ്ലീസ്. എന്ത് വന്നാലും ശരി, നാളെ നിങ്ങളുടെ പൈസ ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കാം, ഉറപ്പാ. ഞാൻ നാളെ ഒരു ദിവസം കൂടെ തന്നിരിക്കുകയാണ്. നീ ട്രക്കും സാധനം എന്റെ ഗോഡൌണിലേക്ക് അയക്കുക. അത് വിറ്റ് ഞാൻ കാശാക്കി കൊള്ളാം, മനസ്സിലായോ? എന്താ പിന്നെ ശരി. എന്റെ അടുത്ത് ഒളിച്ചു കളിക്കാൻ നോക്കണ്ട. ട്രക്ക് എങ്ങാനും വന്നില്ല ഇതിന്റെ പണി ഞാൻ തീർക്കാം. അല്ലാ, ഒരു കാര്യം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീയ? ട്രക്കെങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരിക? അതിനു വേണ്ടിയാണ് ആദ്യം പദ്ധതി ഒരുക്കേണ്ടത്. Let's dance. ധനി, ധനി. Don't disturb me. ധനി പറയുന്ന കേക്ക്. ആരാണ് ധനി? ഞാൻ ഹണിയാണ്. ധനി ഇവനാണ്. ധനി, തമാശ കളിക്കേണ്ട സമയമല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോ? നിന്റെ ബിസിനസ്സില് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സംശയമുണ്ടോ? ഞങ്ങൾ ഇന്ന് ഒരു സീക്രട്ട് ഗോഡൌൺ കണ്ടുപിടിച്ചു. ചില ഗുണ്ടകള് ട്രക്കിൽ സാധനം കയറ്റി അവിടുന്ന് പോവാൻ ശ്രമിച്ചു. ഓക്കേ. എന്താടാ ഓക്കെ എന്ന് പറയുന്നേ? നിന്റെ കാശാ പോകുന്നേ. പോണെങ്കി പോട്ടെ. നിന്റെ ഗോഡൌണിൽ ഇത്രയും കാലമായി എത്രയും കൊള്ളയടിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സംശയമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ നിന്റെ ഒരു വലിയ ഡീലുള്ളതാണ്. അതിന് നീ തന്നെ പോണം, മനസ്സിലായോ? ഹണിയുണ്ടല്ലോ, എല്ലാം നോക്കിക്കോളും. ഈ ഹണി എങ്ങാനും അങ്ങോട്ട് പോവേണമെങ്കിലേ മൊത്തത്തിൽ കുളമാവും. നിന്റെ കമ്പനി തന്നെ പൂട്ടും. എനിക്ക് വിശ്വാസമുണ്ട്, ഹണി എല്ലാം നോക്കിക്കോളും. എന്നെ ദയവ് ചെയ്തൊന്ന് എൻജോയ് ചെയ്യാൻ വിട്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എടാ, ഇവന്റെ ബിസിനസിനെ കുറിച്ച് ഇവനൊരു ചിന്തയുമില്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. വേഗം വാ. പ്രസന്റേഷൻ ആദ്യം ഞാൻ ചെയ്യും. ഞാൻ തന്നെ അത് ഫൈനൽ ചെയ്യും. ഞാൻ തന്നെ അത് മേടിക്കും. സോ പ്രസന്റേഷൻ നോക്കാം. ഓക്കേ, കാണിക്കൂ. സർ, കാണിക്കേണ്ടത് അവരല്ല സർ. സാറാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ശരി, എന്നാ എന്റെ അടുത്തതാ, ഞാൻ അവർക്ക് കൊടുക്കാം. അത് കൊടുക്കുമ്പോഴേ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് അവർക്ക് കൊടുക്കണം. എടാ കഴുതേ, പ്രസന്റേഷൻ എന്ന് പറഞ്ഞത് ചായ ഒന്നുമല്ല, അതിനോടൊപ്പം ബിസ്ക്കറ്റ് കടിച്ച് കഴിക്കാനായിട്ട് കേട്ടോടാ മണ്ട. സർ, സാർ കൊടുക്കേണ്ടത് പ്രോഡക്റ്റിന്റെ പ്രസന്റേഷൻ ആണ്. അവരുടെ പ്രോഡക്റ്റ് ആണോ? നമ്മുടെ അടുത്ത് ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. നിങ്ങളെന്താ തമാശ കളിക്കുവാണോ? നമ്മുടെ ടോയ്സിന്റെ ഡീൽ നടക്കാൻ പോവുകയാണ്. അപ്പൊ പിന്നെ ടോയ്സിന്റെ പ്രസന്റേഷൻ അല്ലേ നടത്തേണ്ടത്? രാഹുകാലമാണിപ്പോൾ. ഇദ്ദേഹം പ്രസന്റേഷൻ നടത്താൻ പാടില്ല. സെക്രട്ടറിയെ വിളിക്കൂ.
എന്നെ വിളിക്കരുത്. എന്നെ കൊണ്ട് കഴിക്കില്ല. പഴയ സെക്രട്ടറി വിളിക്കൂ. നിയമ പുസ്തകത്തിലെ 116 വകുപ്പ് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ പ്രസന്റേഷൻ ചെയ്യേണ്ടത് പഴയ സെക്രട്ടറി വേണമെന്നാണ്. എന്നാ പിന്നെ വിളിക്കൂ. സെക്രട്ടറി സെക്രട്ടറി യെസ് സർ, പറഞ്ഞോളൂ. എന്താണ് പണി? നിന്റെ പക്കൽ പ്രസന്റേഷൻ ഉണ്ടോ? യെസ് സർ. എങ്കി കൊടുക്ക്. ഓക്കെ സർ. സർ, നമ്മുടെ ടോയ്സ് എല്ലാം ബെസ്റ്റ് ആണ്. മാർക്കറ്റിൽ ഈ ടോയ്സിനേക്കാൾ നല്ല ടോയ്സ് സാറിന് കിട്ടുകയില്ല. ഇത് സോഫ്റ്റ് ടോയ്സ് ആണ്. താഴെ വീണാലും ഇത് പൊട്ടിപ്പോവുകയില്ല. കൂടാതെ എക്കോ ഫ്രണ്ട്ലിയുമാണ്. കുട്ടികൾ ഇത് കടിച്ചു പറിച്ചാലും അവർക്ക് ഒരു ആപത്തും ഉണ്ടാവുകയില്ല. പിന്നെ ബെസ്റ്റ് പാർട്ട് ഇതാണ്, കുട്ടികൾക്ക് ഇത് വെച്ച് കളിക്കാം. ഇത് നോക്കണം സർ, കാണാൻ തത്തയെ പോലെ ഉണ്ടെങ്കിലും ഇതൊരു തത്തമ്മയല്ല. കണ്ണുകൾ ക്യാമറ പോലെ ഉണ്ടാകുമെന്ന് പറയും, പക്ഷേ ഞങ്ങൾ കണ്ണുകൾ തന്നെ ക്യാമറയാക്കി വെച്ചിരിക്കുകയാണ്. ടോയ് ആണെങ്കിൽ ടോയ്, എന്നാൽ CCTV ക്യാമറ ആണെങ്കിൽ CCTV ക്യാമറ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, അടിപൊളി. എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കുട്ടികളോടൊപ്പം ഈ ഞാൻ തന്നെ കളിക്കാറേ ഇല്ല, പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് തന്നെ തുള്ളിച്ചാടി കളിക്കാൻ തോന്നുന്നു. ഞാൻ ഇപ്പൊ തന്നെ 1 ലക്ഷം ടോയ്സ് ചെയ്യാനുള്ള ഓർഡർ നിങ്ങൾക്ക് തരികയാണ്. 1 ലക്ഷമോ? ഓക്കേ, ഡീൽ ഡൺ. ഞങ്ങൾക്ക് 1 ലക്ഷം ടോയ്സ് വേണം. നാളെ രാവിലെ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ചെക്ക് തരും. എന്നിട്ട് അത് മാറിയതിനു ശേഷമേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയുള്ളൂ. ഓക്കേ സാർ. കഴുതേ, നീ എന്തായിരുന്നു ഒരു കലക്ക് കലക്കി. വൗ, ഇത് ഞാനാണോ ചെയ്തത്? ഐ ആം സോ ഇന്റലിജന്റ്. പക്ഷേ അതിന്റെ അഹങ്കാരമൊന്നും എനിക്കില്ല. ബൈ. കൺഗ്രാറ്റുലേഷൻസ് സർ, ഒരു വലിയ ഡീലാണ് നേടിയിരിക്കുന്നത്. താങ്ക് യു. കമ്പനി നന്നായി വളരട്ടെ. അമ്മാവാ, എല്ലാവർക്കും സാലറി കൂട്ടി കൊടുക്ക്. എന്റെ കയ്യിലുണ്ട് ഒരുപാട് കാശ്. മോനെ, എല്ലാവർക്കും ശമ്പളം കൂട്ടേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ശരി, എന്നാ നിങ്ങളുടെ ശമ്പളം നിങ്ങൾ കൂട്ടണ്ട, ബാക്കിയുള്ളവരുടെ എല്ലാം കൂട്ടിക്കോ. നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും സാലറി 10% കൂട്ടണമെന്നാണ്. ഞാൻ പോയി എഗ്രിമെന്റ് കൊണ്ടുവരാം. സംശയമുണ്ടോ? അമ്മാവ, നിങ്ങൾക്ക് ശനി ദശ തുടങ്ങിയിരിക്കുകയാണ്. ഗുരുവിന്റെ പുറത്ത് ശനി കയറി കബഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനാശകാല വിപരീത ബുദ്ധി. സർ, ഡബിൾ ഡീലാണ്. വർക്കേഴ്സ് ഡബിൾ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഒരു ദിവസം അവധി കൊടുത്തേക്കുന്നേ. ഓക്കേ, പോയിക്കോളൂ. നാളെ രാവിലെ വന്നേക്ക്. ലീഗൽ അഡ്വൈസർ സർ, എല്ലാവർക്കും ഒരു ദിവസത്തെ ലീവ് കൊടുക്കണമെന്ന് സാറിനൊന്ന് അഡ്വൈസ് കൊടുക്ക്. എനിക്ക് വേണ്ട. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇന്ന് തന്നെ എല്ലാവർക്കും ലീവ് കൊടുത്തേക്കാം. ശരി, എന്നാ എല്ലാ വർക്കേഴ്സിനും ഇന്ന് ലീവ്. എല്ലാ ഫാക്ടറിക്കും ഇന്ന് ഹോളിഡേ. സർ, 11 മണിയായി. മീറ്റിംഗിന് പോകേണ്ട സമയമായിരിക്കാണ്. പോകാമോ? നമ്മൾ തീർച്ചയായിട്ടും മീറ്റിംഗിന് പോകണം. ബോഡി ഗാർഡ്സിന്റെ ഒരാവശ്യവുമില്ല. ഇല്ലെങ്കിൽ നിയമപരമായി നടപടിയെടുത്ത് 10-20 ദിവസം ഞാൻ ചപ്പാത്തി കഴിപ്പിക്കും. സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയവുമില്ല. ട്രക്ക് മുഴുവൻ സാധനം എടുത്തോണ്ട് നമ്മളെങ്ങനെ ദുബാരിക്ക് കൊടുക്കാൻ പോകുന്നേ? എടാ മോനെ, ജാതിന്റെ അച്ഛനാണ്. കണ്ടില്ലേ, ഗോഡൌണിന്റെ താക്കോൽ എന്റെ കയ്യിലാണുള്ളത്. അവരാണെങ്കിൽ എല്ലാവർക്കും അവധി കൊടുത്തു. ഇപ്പൊ ഗോഡൌണിൽ ആരും ഉണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ കടത്താം. അവധി കൊടുക്കുന്ന കാര്യം മാത്രം ഈ കഴുത ശരിക്കും ചെയ്തു. എല്ലാ സ്റ്റാഫുകൾക്കും വളരെ സന്തോഷമായി. നിന്റെ അമ്മാവനുണ്ടല്ലോ, അയാൾ ആള് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അടി, അങ്ങോട്ട് നോക്ക. അത് നമ്മുടെ കമ്പനിയുടെ ട്രക്കല്ലേ? ഹണി എല്ലാ എംപ്ലോയീസിനും ലീവ് കൊടുത്താണല്ലോ. അപ്പൊ ഇവരാരാ? ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. സംശയമുണ്ടോ? ആ ട്രക്കിന്റെ പുറകെ വിട്ടോ. എന്തിനാ പുറകെ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വണ്ടി നിർത്തി അങ്ങ് ചോദിച്ചാ പോരെ? ഇല്ല, നമ്മൾ അവരുടെ പുറകെ പോകുന്നതാണ് നല്ലത്. അവധി ദിവസം ഇത് എവിടെയാ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയണം. ജോർദാറെ, പെട്ടെന്ന് വണ്ടി നിർത്ത്.
എടാ സാധനം സൂക്ഷിച്ചിറക്കണം, വിറ്റ് കാശാക്കേണ്ടതാണ്. ഇതെന്താടാ നിന്റെ മുത്തശ്ശന്റെ വകയാണോ വിറ്റ് കാശാക്കാനായിട്ട്? എടാ ആരാടാ നെയ്യ? തനിറാം, ഒരുപാട് കാശുണ്ട് എന്റെ പക്കൽ. ഹൈ. നീ ആരാണ്? സുപ്പാരി. പക്ഷെ നിന്നെ കണ്ടാ തിന്നുന്ന പൂരി പോലെയുണ്ട്. എന്റെ പേര് കളിയാക്കുന്നു. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അറിഞ്ഞ പിന്നെ നിങ്ങൾ ഉണ്ടാകില്ല. നിന്റെ വീട്ടിലെ ഏത് വൃത്തികെട്ടവനാടാ നിനക്ക് സുപ്പാരി എന്ന് പേരിട്ടത്? അവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ തവിട് പൊടിയാക്കും ഞാൻ. സംശയമുണ്ടോ? കൈയും കെട്ടിക്കൊണ്ട് നിൽക്കണോ? അടിക്കാമാരെ. എക്സ്ക്യൂസ് മീ. ഞങ്ങൾ വരാൻ താമസിച്ചു പോയോ മേഡം? അതെ, ഇന്ന് അല്ല, യവന്മാരൊക്കെ ഇത് എവിടേക്കാ പോയതാ? സുപ്പാരി, ഇന്നത്തോടെ എല്ലാം തീർന്നു. വാടാ സുപാരി, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. പഴയ ഗുണ്ടയൊക്കെയാ പിന്നീടാ സ്വാമിയായിട്ട് മാറിയത്. സംശയമുണ്ടോ? ഓക്കെ, ഇന്ന പിടിച്ച ഒരു പഞ്ച്. സുപ്പാരി വലിയ ബലവാനാണെന്ന് തോന്നുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട, പറയുന്നതൊന്നും കേക്ക്. വെറുതെ ഇരിക്ക. ഒന്നും അറിയാത്ത പൈതലാണ് ഞാൻ. അറിയാതെ ചെയ്തു പോയതാണ്. അതൊക്കെ പോട്ടെ. എന്തിനാ നീ എന്നെ തല്ലുന്നത്? ഞങ്ങൾ ആരയച്ചുവോ അവരെ പോയി നിങ്ങൾ തല്ലാൻ നോക്ക. ആരാ നിന്നെ അയച്ചത്? എന്റെ പുന്നാര അമ്മാവനും അയാളുടെ മോനുമാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. അയാളാണെങ്കിൽ പെരുങ്കള്ളനാണ്. അയാൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതാ. എനിക്ക് നേരത്തെ അതൊരു സംശയം ഉണ്ടായിരുന്നു. നമുക്ക് ഉടൻ തന്നെ ധനിയുടെ അടുത്ത് പറയണം. നീ കാരണം എന്റെ ഒരു പോയിന്റ് പോയി. പോയിന്റ് പോയതാണ് പ്രശ്നം. അവിടെ എന്റെ സ്വത്തുക്കൾ മുഴുവൻ വെക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കോട്ടെ, എന്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. എങ്കിലത് പാവങ്ങൾക്ക് കൊടുക്ക്. ആ കള്ളന്മാർക്ക് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? കള്ളന്മാരെന്നോ? അതെ, നിന്റെ അമ്മാവനും അയാളുടെ മോനും വണ്ടിയിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി വിറ്റ കാശുണ്ടാക്കുന്നത്. സംശയമുണ്ടോ? ഇല്ല, എനിക്ക് അവരെ ഒരു സംശയവുമില്ല. വേണമെങ്കിൽ നോക്ക്, ഇത് കണ്ടോ? നിന്നെ പറ്റിച്ച് സൈൻ വാങ്ങിയിട്ട് കോടിക്കണക്കിന് ഉണ്ടാക്കുവന്മാര്. നോക്ക്, നിന്റെ കാശ് മുഴുവൻ അവന്മാർ തിന്നു തീർക്കാണ്. സംശയമുണ്ടോ? വേഗം വാ, പോലീസ് പോയി കംപ്ലൈന്റ് ചെയ്യാം. പക്ഷേ ഒരു ആധാരവും ഇല്ലാതെ മാമന്റെ മേലിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ആധാരമല്ലേ വേണ്ടത്? അത് ഞാൻ കൊണ്ടുവരാം. ഏയ്! ആഹാ, എത്തിപ്പോയി സുപാരിയുടെ ഫോൺ. അവന്റെ പേപ്പർ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു അക്ഷരം നീ വിട്ടി അതിന്റെ സുപാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. ഇതൊന്നാണ് പുതിയ നമ്പർ ആണല്ലോ. ബാങ്കിൽ നിന്നായിരിക്കും. ലോൺ തരാൻ വേണ്ടി വിളിക്കുമായിരിക്കും. ലോൺ കിട്ടിയ ഉടനെ നമുക്ക് ലണ്ടനിലേക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഹലോ ഹലോ, ധനിറാം സാറിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുവാണ്. ഞങ്ങൾക്ക് ഒരു ട്രക്ക് നൂഡിൽസ്. ഒരു ട്രക്കോ? അതെ, എന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ ആണ്. അവരെ നൂഡിൽസ് പാർട്ടി വെച്ചിരിക്കുക. ഉടൻ തന്നെ ഇവിടെ എത്താൻ നോക്കണം. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഡബിൾ പേയ്മെന്റ് തരാം. ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ അങ്ങയുടെ കമ്മീഷൻ. പേയ്മെന്റ് ക്യാഷ് ഓൺ ദ സ്പോട്ട്. ഡബിൾ പേയ്മെന്റ് ക്യാഷ് ഓൺ സ്പോട്ട്? ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. അഡ്രസ് എനിക്ക് അയച്ചു തന്നേക്കാം.
ഇത് നല്ല ദിവസമാണെന്ന് തോന്നുന്നു. സുമാറിയുടെ പ്രശ്നവും തീർന്നു. നമുക്കിപ്പോ ഡബിൾ പേയ്മെന്റ് കിട്ടാൻ പോവുകയാണ്. അടിപൊളി ദിവസമാണ്. കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടച്ചു പൊളിക്കണം. അതേടാ പോരെ, തീർച്ചയായും. എടാ കഴുത, ഇത് സുമാരി സിംഗിന്റെ ഗോഡൌൺ ആണ്. ഇവിടെ കാറായിരിക്കും വരാൻ പറഞ്ഞത്. ഞാൻ തന്നെയാണ്. നമ്മൾ നന്നായിട്ട് തുടങ്ങി. അല്ല എന്താ ഇത്? അയ്യോ, എനിക്ക് രണ്ടായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഇത് ഹണി, ഞാൻ ധനി. ബാക്കിയുള്ളവരൊക്കെ ഇനി ചട്ടണി. സംശയമുണ്ടോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ആൾക്കാരെ ഞാൻ കൂടെ കൊണ്ടുവന്നത്. നമ്മൾ നന്നായിട്ട് കുടുങ്ങി. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്? ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടാൻ കഴിയും. ധനിയുടെ കഥ കഴിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ആ കുറ്റം ദേ ഇവരുടെ തലയിൽ വെച്ച് കൊടുക്കാം. അതെ അതെ, അത്രയും സമയം നമ്മുടെ കൈ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? വിടരുത് കുമാരെ. അടിക്കണ അവന്മാരെ. അച്ഛാ, എങ്ങോട്ട് നോക്ക പുറകില്ല. എടാ ബണ്ടപ്പാരെ, നിങ്ങൾ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടിക്കവപ്പാരെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതുവഴി പോയി നോക്കാം, നീ അതുവഴി പോയി നോക്കാം. അല്ല എന്താ ഇത്? അയ്യോ, എനിക്ക് രണ്ടായിട്ടാണ് കാണുന്നത്. എന്റെ പൊന്നെ, യവന്മാരടിച്ച് പഞ്ഞിക്കിടും. വേഗം രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. എന്താടാ ഇത്? എന്താ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത്? വേഗം അടിക്ക. വേണ്ട വേണ്ട, ഞാൻ അടുത്തവരുടെ കാര്യത്തിൽ ഒരിക്കലും ഇടപെടാറിയില്ല. നീ ഒരു മണ്ടൻ തന്നെയാണ്. എടാ, നിന്റെ ഗോഡൌണിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായോ? പിടിക്കപ്പെട്ടാൽ നമ്മൾ എല്ലാവരും അകത്ത് കിടക്കേണ്ടി വരും. അതിനു മുമ്പ് ഇവരുടെ പണി നമുക്ക് തീർക്കാം. അല്ല, അത് ഞാൻ ആലോചിച്ചതേ ഇല്ലല്ലോ. പോലീസ് വരുന്നതിന് മുമ്പേ ഇവന്മാരുടെ പണി തീർത്തേ മതിയാകൂ. വിടരുതവന്മാരെ. എടാ, ദാ അങ്ങോട്ട് നോക്കിക്കേ. സുബാരുടെ ഗ്യാങ് വരുന്നുണ്ട്. എന്നാ വാ, യുവമാരെ ഒരു പാഠം പഠിപ്പിക്കാം. സംശയമുണ്ടോ?
ഒടുക്കത്തെ ചിരിയാണല്ലോ. ഇന്നാ, മേടിച്ചോ. അവന് വേണ്ടി എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേ. ധനി ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ വെച്ച് തരും. എന്ത് 10 ലക്ഷം രൂപയോ? 10 ലക്ഷമോ? അതെ, ഒരുപാട് കാശുണ്ട് എന്റെ പക്കൽ. ഇവരെ വിട്ടിട്ട് അവരെ തല്ലാൻ നോക്ക്. അവന്മാര് മൊത്തത്തില് മലക്കം പറഞ്ഞോ. അതെ, ശരിയായി. ഇന്നവന്മാർ നമ്മളെ പൊരിച്ചെടുക്കും. അയ്യോ, ഉടനെ നമുക്ക് അവിടുത്തെ രസം കാണാം. ഹണി, വേഗം പാണ്ഡ സാറിന് ഇവിടെ എത്താൻ പറഞ്ഞോ. ശരി എന്റെ കൊച്ചളിയ. എല്ലാവരെയും പിടിക്ക്, വേഗം പിടിക്ക്. ധനുറാം സാർ, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി തരണം. ശരി എന്നാ. ഇൻസ്പെക്ടർ പാണ്ഡ, ഇതാണ് ഹണി, ഇത് ധനിയാണ്. അല്ലല്ല, ഞാനാണ് ഹണി. അല്ലല്ല, ഞാനാണ് ഹണി. ഞാൻ രണ്ടുപേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 FIR എഴുതും. ഇവർ രണ്ടുപേർക്കും 2 പ്രാവശ്യം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങൾ അങ്ങേക്ക് താങ്ക്സ് 2 പ്രാവശ്യം പറയും. ഇതാണ് കഴുത. എങ്കിൽ ഇത് തന്നെയായിരിക്കും ഹണി. താങ്ക് യു കൂട്ടുകാരെ. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അമ്മാവൻ ചെയ്യുന്ന മോഷണമൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ കടമയാണ്. ഇനി നീ നിന്റെ ബിസിനസ് നോക്കണം. പിന്നെ നീ ഒരുപാട് പണിയെടുക്കരുത്. ചില സമയങ്ങളിൽ എൻജോയ് ചെയ്യാൻ വേണം. അതിന്റെ ആവശ്യം വന്നാൽ നീ എന്നെ ഓർത്താ മതി. വേണമെങ്കിൽ ഞാൻ ധനിയാവാം.